ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ടൈം ടു ടെൽ ദ സ്റ്റോറി. സോംബി ഡിറ്റക്റ്റീവിന്റെ അവസാന 4 എപ്പിസോഡാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ഈ ഒരു 21ാമത്തെ എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനും കൂടെ ആ ഒരു കിമ്മോയങ് കളക്ട് ചെയ്ത് വെച്ച നോവയ്ക്കെതിരായിട്ടുള്ള തെളിവുകൾ അതെല്ലാം അവർ ചെക്ക് ചെയ്യാണ്. ഇപ്പൊ അവർക്കൊരു കാര്യം മനസ്സിലാക്കാണ്, കിമ്മോയങ്ങിനെ ആ ഒരു ഡോക്ടർ കൊന്നത് ഇയാളുടെ കയ്യിൽ ആ ഒരു വില്ലനെ കുറിച്ചിട്ടുള്ള തെളിവുകളെല്ലാം ഉണ്ടെന്ന് അയാൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് മേ ബി അയാൾ ആ ഒരു മെഡിക്കൽ വേസ്റ്റ് എല്ലാം ആ ഒരു മലയിൽ കൊണ്ട് തട്ടുന്നത് കിമ്മോയങ് കണ്ടിട്ടുണ്ടാവാം. മാത്രമല്ല 5 വർഷം മുമ്പ് ഇയാളുടെ മകളെ കാണാതായിട്ടുണ്ട്. ഒരുപക്ഷെ ആ കുട്ടി തന്നെയായിരിക്കാം ഇയാളുടെ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ആദ്യത്തെ ഇര. അങ്ങനെ നമ്മുടെ ആൾക്കാർ 5 വർഷം മുമ്പ് നടന്ന ആ ഒരു മിസ്സിംഗ് കേസുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഉണ്ടപ്പൻ ഡിറ്റക്റ്റീവിന്റെ അടുത്തേക്ക് പോവാണ്. അയാളാണെങ്കിൽ ഇവന്റെ അന്നത്തെ ആ ഒരു രൂപമെല്ലാം കണ്ട് പേടിച്ചിട്ട് ഇപ്പോഴും ആ ഒരു പേടി വിട്ടുപോയിട്ടില്ല. നമ്മുടെ ആൾക്കാർ ഈ ഒരു മിസ്സിംഗ് കേസിനെ പറ്റിയെല്ലാം അയാളോട് ചോദിക്കാണ്. അന്നേരം അയാളാണെങ്കിൽ അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഞങ്ങളടക്കം ഒരുപാട് പേര് അന്ന് ആ ഒരു മിസ്സിംഗ് കേസിനെ പറ്റിയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താണ്. പക്ഷെ ആർക്കും ഒരു തുമ്പും കിട്ടിയില്ല. പല പ്രായത്തിലുള്ള ആൾക്കാരും ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ കാണാതായിട്ടുണ്ട്. മനുഷ്യര് മാത്രമല്ല മൃഗങ്ങളും കാണാതായിട്ടുണ്ടെന്ന് പറയാണ്. അത് കഴിഞ്ഞ് ഡോക്ടർ നോവേനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇയാളാണെങ്കിൽ അങ്ങനെ ഒരാളെ അറിയില്ല എന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ ആള് പറയും, ഇനിയിപ്പോ നീ പറയാത്തതാണെങ്കിൽ പോലും അയാളുടെ അടുത്ത് നീ കുറച്ച് അലർട്ട് ആയിട്ട് ഇരിക്കണമെന്ന് പറയാണ്. എന്നിട്ട് നമ്മുടെ ആൾക്കാർ പോയി കഴിയുമ്പോൾ ഈ മണ്ടന്മാരാണെങ്കിൽ നേരെ പോയി വില്ലനെ കണ്ടിട്ട് ഇതെല്ലാം അയാളോട് പറയാണ്. അയാളുടെ മോളെ കുറിച്ചിട്ടും കിമ്മോയങ്ങ് അന്വേഷിച്ചു എന്ന് അയാളോട് പറയാണ്. ഇപ്പൊ ഇയാളുടെ ക്ലിനിക്കിലേക്ക് പുറത്താരോ വന്നിട്ട് ഇയാൾ പുറത്തേക്ക് പോകുന്ന നേരം നമ്മുടെ ഈ ഉണ്ടപ്പനാണെങ്കിൽ ഇയാളുടെ ആ ഒരു ക്ലിനിക്കിനകത്ത് പോയി നോക്കാണ്. അന്നേരം അതിനടിയിലേക്ക് ഒരു അണ്ടർഗ്രൗണ്ട് പോയിട്ടുണ്ടാവും. നമ്മുടെ ഈ ഉണ്ടപ്പനും അയാളുടെ അസിസ്റ്റന്റും കൂടെ അതിനടിയിലേക്ക് പോയി നോക്കുമ്പോൾ ഇയാളുടെ പട്ടിക്കുട്ടീനെ വരെ ഈ ഒരു ഡോക്ടർ അയാളുടെ എക്സ്പെരിമെന്റിന് ഉപയോഗിച്ചു എന്ന്. പെട്ടെന്ന് ഒരു ശബ്ദം അവിടെ ഒരു ഇരുമ്പ് കൂട്ടിന്ന് കേൾക്കുമ്പോൾ ഈ ഒരു ഉണ്ടപ്പൻ പോയിട്ട് ആ ഒരു ഇരുമ്പ് കൂട് മൂടിയിട്ടേക്കുന്ന തുണി മാറ്റി നോക്കുമ്പോൾ അതിനകത്ത് ഒരു സോംബി. സെയിം ടൈമിൽ തന്നെ ആ ഒരു ഡോക്ടർ ആ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരാണ്. അയാൾ പറയാണ്, കൊള്ളാം, നിങ്ങളൊരു നല്ല ഡിറ്റക്റ്റീവ്സ് തന്നെയാണ്. എന്നിട്ട് അവരെ പിടിച്ച് കെട്ടിയിടുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സോംബി അത് ഇയാളുടെ മരിച്ചുപോയ ഭാര്യയാണ്. ആ ഒരു ഭാര്യനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ ഒരു സോംബി പരീക്ഷണം എല്ലാം നടത്തിയത്. ആ ഒരു പരീക്ഷണത്തിൽ ഇയാളുടെ ഭാര്യ ഒരു സോംബിയായിട്ട് മാറി. ഇപ്പൊ ഈ ഒരു ഉണ്ടപ്പനും അസിസ്റ്റന്റിനും ആണെങ്കിൽ ഇയാളുടെ ഭാര്യയ്ക്ക് തിന്നാൻ വേണ്ടി കൊടുക്കാൻ പോവാണ് ഇയാള്. കട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരെ കാണിക്കുകയാണ്. ഇവരാണെങ്കിൽ ഇപ്പോ കിമ്മോയങ്ങനെ ഇപ്പൊ എന്തിനാ നോവ കൊന്നേന്നാണ് ഇപ്പൊ ചിന്തിക്കണത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇവർക്ക് വിശക്കാണ്. ഹീറോയിൻ പോയിട്ട് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഞാനും വരാന്ന്. ഇപ്പൊ ഇവള് പറയും, അയ്യോ എന്റെ പൊന്നെ, എനിക്ക് ഈ നാട്ടുകാരനെ ഉപയോഗിച്ച് നിങ്ങളുടെ തലടിച്ച് പൊട്ടിക്കാനായിട്ട് എനിക്ക് മനസ്സില്ല, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്ന ആപ്പ് അവന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ പോയി കഴിയുമ്പോൾ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വേറെ ആരോ വരാണ്. നമ്മുടെ ഹീറോ കതക് തുറക്കുമ്പോൾ ദാണ്ട മുമ്പിൽ വില്ലൻ. അവനെന്തോ മൊത്തത്തിൽ കവർ ചെയ്തിട്ട് എന്തോ ഒരു ഗ്യാസ് അത് നമ്മുടെ ഹീറോന്റെ മുഖത്തേക്ക് അടിക്കാണ്. നമ്മുടെ ആളാണെങ്കിൽ അപ്പൊ തന്നെ മയങ്ങി വീഴുന്നുണ്ട്. നമ്മുടെ ഹീറോനെ നേരെ കൊണ്ട് അവന്റെ ആ ഒരു ലാബില് ഉണ്ടപ്പനും അസിസ്റ്റന്റിനും ഒപ്പം കെട്ടിവെച്ചേക്കാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചിക്കൻ എല്ലാം വാങ്ങിച്ചിട്ട് അപ്പാർട്ട്മെന്റിൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ആളെ കാണാനില്ല. അവൾ ആ ഒരു ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്ന ആപ്പിൽ നോക്കുമ്പോൾ അവൻ നോവയുടെ ക്ലിനിക്കിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കാണ്. ഇന്നേരം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവന്റെ കെട്ടെല്ലാം എങ്ങനെയൊക്കെ അഴിച്ച് ഉണ്ടപ്പനും അയാളുടെ അസിസ്റ്റന്റിനെ രക്ഷപ്പെടുത്താണ്. പക്ഷെ അവൻ ആ ഒരു കെട്ടെല്ലാം അഴിച്ചു വരുമ്പോഴേക്കും അയാൾ അവിടേക്ക് വീണ്ടും വന്നിട്ട് എന്തോ ഒരു ലിക്വിഡ് അടങ്ങിയ ബോട്ടിൽ അവരുടെ അടുത്തേക്ക് എറിയാണ്. അതിൽ നിന്ന് വന്ന ദ്രാവകം ശ്വസിച്ചതും നമ്മുടെ ആൾക്കാരെല്ലാം മയങ്ങി വീഴാണ്. കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയിനെ വീണ്ടും കാണിക്കാണ്. അവളാണെങ്കിൽ നമ്മുടെ ഹീറോ നോവയുടെ ആ ഒരു ക്ലിനിക്കിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവൾക്ക് ആവശ്യമായ സാധനങ്ങൾ, കുറച്ച് ചിക്കൻ, പിന്നെ ആ ഒരു പാൻ, പിന്നെ പെപ്പർ സ്പ്രേ, ഇതെല്ലാം എടുത്തിട്ട് രണ്ടും കൽപ്പിച്ച് അവിടേക്ക് പോവാണ്. പോകുന്നതിന് മുമ്പ് അവള് അവളുടെ ആ ഒരു കൂട്ടുകാരത്തിനോട് പറയുന്നുണ്ട് ഈ ഒരു ക്ലിനിക്കിലേക്കാണ് അവൾ പോണേന്ന്. ഇപ്പൊ അവള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവളുടെ ചേച്ചിയുടെ പിള്ളേര് പുറത്ത് പറയുന്നുണ്ടാവും, എനിക്ക് വലുതാവുമ്പോ എന്റെ അച്ഛന്റെ പോലെ ആയാൽ മതിയെന്ന്, ഒരു ഡയറക്ടർ ആയാൽ മതിയെന്ന്. കാരണം പുറത്ത് വേറെ ജോലിക്കൊന്നും പോകണ്ടല്ലോ, അച്ഛൻ എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കാന്ന്. പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു കണ്ണാടിക്കാരൻ, പുള്ളിക്ക് ഇത് ഫീൽ ആവുന്നുണ്ട്. പുള്ളിക്ക് മാത്രമല്ല, ഇതൊക്കെ കേട്ട എനിക്കും ഫീലായി. ശരിക്കും പറഞ്ഞാൽ കുറെ പേരുടെയൊക്കെ ചിന്താഗതിയാണ് തെറ്റ്. പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് അത് മോശമായാല് അത് ആ ഒരു ഡയറക്ടറിന് മാത്രം കുഴപ്പമല്ല. ഒരു സിനിമയ്ക്ക് വേണ്ടത് ഒരു നല്ല ടീമാണ്. ഒരേ മെന്റാലിറ്റി ഉള്ള നല്ല ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ല സിനിമ എടുക്കാനായിട്ട് പറ്റണതാണ്. കൂടെയുള്ള ആൾക്കാർക്ക് പരസ്പരം പറയുന്നത് കണക്ട് ആവണം. ഇനി സിനിമയിലേക്ക് വരാം. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ പിള്ളേരെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും അവന്റെ അച്ഛൻ ആരാന്നല്ല. ഇന്നേരം പിള്ളേർക്കും അവന്റെ അച്ഛന്റെ കഥ കേൾക്കുമ്പോൾ ഒരുപാട് ഇഷ്ടാവുന്നുണ്ട്. അയാളാണെങ്കിൽ നമ്മുടെ ഹീറോയിന് നന്ദി പറയുന്നുണ്ട്. അയാളെ മനസ്സിലാക്കിയത് ഇവിടെ ഒരാൾ മാത്രമാണെന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ അവൾ ഇറങ്ങാണ്. ഇറങ്ങുന്നതിന് മുമ്പേ അവൾ മനസ്സിലാക്കിയിരുന്നു 5 വർഷം മുമ്പ് മിസ്സായ എല്ലാ ആൾക്കാരും ആ ഒരു നോവയുടെ ക്ലിനിക്കിന് ചുറ്റിലായിട്ടാണ് കാണാതായിരിക്കുന്നതെന്ന്. അവള് ആ ഒരു ലൊക്കേഷൻ ട്രാക്കർ വെച്ചിട്ട് ആ ഒരു ക്ലിനിക്കിലേക്ക് ചെല്ലാണ്. ഇതേസമയം ചുള്ളം പോലീസ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ അമ്മ മരിച്ചപ്പോ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് അവരുടെ മകനായിട്ടുള്ള നമ്മുടെ ഹീറോയിന് ഫോട്ടോ കാണിച്ചു കൊടുക്കാണ്. അപ്പൊ അവരും പറയുന്നുണ്ട് ഇയാൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു, 2-3 ദിവസം ഭക്ഷണമൊന്നും ഇല്ലാതെ ഈ
ഇരുന്നോട് തന്നെ ഇരുന്ന് സങ്കടപ്പെടായിരുന്നു എന്നെല്ലാം പറയായിരുന്നു. ഇപ്പൊ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയിനെ കാണിക്കാണ്. ഇവളാണെങ്കിൽ അയാളുടെ ആ ഒരു ക്ലിനിക്കിനകത്തേക്ക് കയറിയിട്ട് ആ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് ചെല്ലാണ്. നമ്മുടെ ഹീറോയിനെ കാണുന്നുണ്ട്. ആദ്യം ആ ഒരു ഉണ്ടപ്പനെയും അസിസ്റ്റന്റിനും അഴിച്ചു വിടുന്നുണ്ട്. ഇന്നേരം ആ ഒരു ഉണ്ടപ്പൻ പറയാണ്, ഞാനൊരു കാര്യം പറയാം, നീ ഞെട്ടരുത്, നിന്റെ ബോസ് അയാളൊരു സോംബിയാണെന്ന്. ഇപ്പൊ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരനക്കമില്ല. പുള്ളിക്കാരത്തി പറയും, ഇത് ഓൾറെഡി എനിക്ക് അറിയായിരുന്നു, അതുകൊണ്ട് എന്റെ കൈമേന്നൊന്ന് വിടാവോ, എനിക്ക് വേദനിക്കുന്നു. ഇപ്പൊ ഇയാളും ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന നേരം അയാളുടെ പട്ടിക്കുട്ടിയുടെ കഴുത്തിലുണ്ടായ റിബൺ അത് അയാൾ അവിടെ കാണാണ്. ഇന്നേരം അയാൾ വില്ലനായിട്ട് ഒരു പണി കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അയാളെ നേരെ പോയിട്ട് എന്തോ ഒരു സാധനം കൊണ്ട് വില്ലന്റെ തലമണ്ട കടിക്കുന്നുണ്ട്. ഇപ്പൊ വില്ലനാണെങ്കിൽ നിന്റെ പട്ടീനെ പറഞ്ഞയച്ചോടത്തേക്ക് തന്നെ നിന്നെയും പറഞ്ഞയക്കാന്ന് പറഞ്ഞിട്ട് അയാളുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. ഇപ്പൊ ബാക്കിൽ നിന്ന് അയാളുടെ അസിസ്റ്റന്റ് വന്നിട്ട് എന്തോ ഒരു ഇരുമ്പ് അടിക്ക് വില്ലന്റെ തലമണ്ടയ്ക്ക് വീണ്ടും അടിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ഇയാൾക്ക് ഒന്നും പറ്റണില്ല. ഇയാൾ എന്ത് ഇരുമ്പ് മനുഷ്യനാണ്. ഇയാള് രണ്ടിനെടുത്തിട്ട് മെതിക്കുകയാണ്. ഇന്നേരം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നമ്മുടെ ആളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കെട്ടിവെച്ചിരിക്കുന്ന ടേപ്പ് എല്ലാം ഒരു മൂർച്ചയില്ലാത്ത കത്രിക കൊണ്ടാണ് വെട്ടിക്കൊണ്ടിരിക്കണേ. അതെന്ത് ചെയ്തിട്ടും വെട്ടി തീരണില്ല. ഞാൻ ചാവണേലും മുമ്പ് നീ ഇത് വെട്ടി തീർക്കുമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അയാളുടെ ഭാര്യ ആ ഒരു സോംബി ഉണ്ടല്ലോ, ആ പ്രേതം ഇപ്പൊ എഴുന്നേൽക്കാണ്. ഇതേ സമയം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇൻഫർമേഷൻ വരാണ്, കാട്ടിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടെന്ന്. ആ ഡെഡ് ബോഡി ആരെയെന്ന് വെച്ചാല് യഥാർത്ഥ കിമ്മോയങ്ങിനെ നമ്മുടെ ആള് കുഴിച്ചിട്ടായിരുന്നല്ലോ, ആ ഒരു ബോഡിയാണ് ഇപ്പൊ കണ്ടെത്തിക്കണത്. ഇപ്പൊ ഇവിടെ ആ ഒരു പ്രേതം എഴുന്നേറ്റു നമ്മുടെ ഹീറോയിനെ കടിക്കാനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോ അപ്പോഴേക്കും ആ ഒരു കെട്ടെല്ലാം പൊട്ടിച്ച് അവളെ രക്ഷിക്കുകയാണ്. എന്നിട്ട് സോംബികൾ മനസ്സിലാവുന്ന രീതിയിൽ അവളോട് സംസാരിക്കുകയാണ്. ആ ഒരു പ്രേതം കൺവീൻസ് ആയി വരുന്ന സമയത്ത് നമ്മുടെ വില്ലൻ അയാള് ഒരു ഷോട്ട് ഗൺ ആയിട്ട് അവിടേക്ക് കയറി വരാണ്. ഇതേ സമയം നമ്മുടെ ചുള്ളം പോലീസ് അവൻ അവരുടെ ആ ഒരു കൂട്ടുകാരത്തിയുടെ റെസ്റ്റോറന്റിലേക്ക് വരാണ്. അവളോട് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ നോവയുടെ ആ ഒരു ക്ലിനിക്കിലേക്കാണ് പോയിക്കണേന്ന് പറയാണ്. അങ്ങനെ അവനും അവളെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സംഭവം നമ്മുടെ ഹീറോയിനും അവര് തമ്മിൽ പ്രണയത്തിലാണെന്നാണ് ഇവന്റെ വിചാരം. അതാണ് ഇവന്റെ മുഖത്ത് ഇത്രയും വിഷമം. അങ്ങനെ അവനും ആ ഒരു ക്ലിനിക്കിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയം അകത്ത് ഈ ഒരു സോംബിക്ക് നമ്മുടെ ഉണ്ടപ്പൻ ഡിറ്റക്റ്റീവ് അയാളെ തിന്നാൻ വേണ്ടി കൊടുക്കാണ്. ഇവരെല്ലാരും ഇപ്പോ അയാളുടെ ഗൺ പോയിന്റിൽ നിൽക്കുന്നുണ്ട്. വേറൊന്നും ചെയ്യാനുമില്ല. എങ്ങാനും നമ്മുടെ ഹീറോന്റെ തലയ്ക്ക് അയാൾ വെടിവെച്ച നമ്മുടെ ഹീറോന്റെ കാര്യം തീർന്നു. ഇപ്പോ ആ ഒരു സോംബി നമ്മുടെ ഉണ്ടപ്പനെ തിന്നാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോ നിനക്ക് മനുഷ്യരെ കഴിക്കാതെ ജീവിക്കാനായിട്ട് പറ്റുമെന്നെല്ലാം പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യാൻ പോകുന്ന നേരത്ത് ഈ ഒരു വില്ലനാണെങ്കിൽ അവളെ വീണ്ടും പറഞ്ഞ് തിരിപ്പിക്കാണ്. അങ്ങനെ നമ്മുടെ ഉണ്ടപ്പന്റെ വയറിൽ പോയിട്ട് കടിക്കുന്ന നേരം നമ്മുടെ ഹീറോ നേരെ ചെന്ന് ഈ ഒരു നോവയുടെ തോക്ക് അത് പിടിച്ച് തിരിക്കുകയാണ്. ആ സമയം അയാൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് അയാളുടെ ഭാര്യയുടെ തലക്കാണ് കൊള്ളണത്. അങ്ങനെ അയാളുടെ ഭാര്യ മരിച്ചു. അപ്പോ ആ കാര്യത്തിൽ തീരുമാനമായി. ഇയാൾ കിഡ്നാപ്പ് ചെയ്തായിരുന്ന ആ ഒരു ആൾക്കാരെല്ലാം ഇയാൾ ആ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അത് വിജയിക്കാതെ വന്നപ്പോ അവരെല്ലാം ഈ ഒരു സോംബിക്ക് തിന്നാനും കൊടുത്തു. ഇപ്പൊ എല്ലാം വേസ്റ്റായി. ഈ സമയം തന്നെ നമ്മുടെ ആ ഒരു ചുള്ളം പോലീസ് അതിനകത്തേക്ക് കടന്നു വരാണ്. ഇയാളാണെങ്കിൽ ഇയാളുടെ ആ ഒരു പ്രേതം മരിച്ച സങ്കടത്തിൽ കിടന്ന് കരയുന്നുണ്ട്. ഇപ്പൊ പോലീസ് എല്ലാ തെളിവോടും കൂടെ ഇയാൾ അറസ്റ്റ് ചെയ്യാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ മരവിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോ ആ ഒരു ഉണ്ടപ്പനെ വയറിൽ കടിയേറ്റുകൊണ്ട് ആംബുലൻസ് കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം അയാൾ ആ ഒരു അസിസ്റ്റന്റിനോട് കുറച്ച് ഇമോഷണൽ ആയിട്ട് സംസാരിക്കുകയാണ്. ഞാൻ എന്തായാലും ഒരു സോംബി ആവാൻ പോവാണ്. എന്റെ ഏജൻസി ഇപ്പോ ആംബുലൻസിൽ അയാളോട് കൂടെ കയറാനായിട്ട് പറയുമ്പോൾ ഇയാൾ പറയും, ഇല്ല ഞാൻ പുറകിലെ ടാക്സിയിൽ വരാം. അതിനിടയ്ക്ക് ബോസ് എന്തെങ്കിലും കടിക്കാനായിട്ട് എങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ ഒരു ദയം കാണിക്കാതെ വെടിവെച്ച് കൊന്നേക്കുന്നു. ഇപ്പൊ അയാളുടെ മുഖത്തെ റിയാക്ഷൻ കാണണം. ചിരിച്ചൊരു പരിവായി. ഹീറോയിന്റെ അടുത്തേക്ക് ചുള്ളം പോലീസ് വന്നിട്ട് അവളെ കുറെ ചീത്ത പറയാണ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ പരിപാടി ഇനി ചെയ്യരുതെന്നല്ല, നിനക്ക് എന്തായാലും പറ്റിയായിരുന്നെങ്കിലോ എന്നെല്ലാം പറഞ്ഞിട്ട് അവളോട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പറയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് നമ്മുടെ ആളുടെ അടുത്ത് പറയാണ്, നിങ്ങൾ വേഗം ഓഫീസിലേക്ക് പൊക്കോ, ഞാൻ വന്നോളാന്ന്. അവനും അങ്ങനെ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. ആ ഒരു വില്ലനെ പോലീസുകാർ ഒരു കാറിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഇന്നേരം നമ്മുടെ സെക്കൻഡ് ഹീറോ പുള്ളിക്കാരൻ നമ്മുടെ ഹീറോനെ കാണാൻ വേണ്ടി അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരാണ്. അവന്റെ കയ്യിൽ എന്തോ ഒരു കവറുണ്ട്. അത് നമ്മുടെ ഹീറോന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പറയാണ്, കിമ്മോ എങ്ങനെ കൊന്നതിന് നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാണെന്ന്. അവിടെ വെച്ച് 22ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഞാൻ 4 എപ്പിസോഡ് പറയാമെന്ന് പറഞ്ഞെങ്കിലും ഈ 2 എപ്പിസോഡിൽ നിർത്താണ്. ബാക്കി ഞാൻ പെട്ടെന്ന് തന്നെ ഇടാം. എന്താന്ന് വെച്ചാല് ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. പോയി വരുമ്പോൾ ഒരു 3-4 ദിവസം എടുക്കും. അപ്പൊ ഞാൻ ഇത് തീർത്തിട്ട് ഒരുമിച്ചിടാന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയും കൂടെ അത്രയും വൈകും. അപ്പൊ ഞാൻ എന്തോരം ചെയ്തോ അത്രയും ഞാൻ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. ബാക്കി ഞാൻ വന്നിട്ട് ചെയ്യാം. ഇത് എനിക്ക് തീർക്കണമെങ്കിൽ തീർക്കാറുന്നു, പക്ഷേ അത് പെട്ടെന്ന് ചുരുക്കി തീർക്കുന്ന പോലെ ആയിപ്പോവും. അതായത് കാണുന്ന നിങ്ങൾക്ക് ഒട്ടും വെറുത്തല്ലാതായിപ്പോവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. അധികം വൈകാതെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും അന്നാര സുമലാര.